CDPയുടെ കേരള PSCയുടെ ഒരു മുൻകാല ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ എക്സെപ്റ്റ് ദ അയോട്ട, the femoral vein, the pulmonary vein and the renal artery. So നമ്മുടെ ആൻസർ വരുന്നത് പൾമണറി വെയിൻ ആണ്. നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ബ്ലഡ് വെസൽസ്, ബ്ലഡ്, അതുപോലെ തന്നെ ഹാർട്ട്, ഈ 3 കമ്പോണൻസ് ചേർന്നതാണ്. ഇതിൽ ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ അതിൽ ആർട്ടറീസ് വരും, വെയിൻസ് വരും, പിന്നെ കാപ്പിലറീസ് വരും. നോർമലി നമ്മുടെ ആർട്ടറീസ് എല്ലായ്പ്പോഴും ശുദ്ധമായ രക്തത്തെ അഥവാ ഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. വെയിൻസ് ആകട്ടെ നമ്മുടെ ബോഡിയിലെ ഇംപ്യൂർ ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്, അതായത് ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ. ഇനി കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ഈ വെയിൻസും ഈ ആർട്ടറീസും തമ്മിൽ ചേർന്നുണ്ടാകുന്ന നേർത്ത ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ ആർട്ടറീസ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൽ ഡബിൾ സർക്കുലേറ്ററി സിസ്റ്റമാണുള്ളത്. ഒന്ന് സിസ്റ്റമിക് സർക്കുലേഷനും ഒന്ന് പൾമണറി സർക്കുലേഷനും. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ശുദ്ധമായ രക്തത്തെ, അതായത് ഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് അയോട്ട വഴി നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടെത്തിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതായത് ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൽ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷനെയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു. ലങ്സിലെത്തി ഈ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് പൾമണറി വെയിൻ വഴി ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതായത് റൈറ്റ് വെൻട്രിക്കിൽ തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷനെയാണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്.